ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ബുഖാരി റൈസാണ്. അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യുക. ചൂടായതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം, വറുത്ത് മാറ്റി വെക്കാം. ക്യാരറ്റ് നമ്മൾ വഴറ്റിയതിന് ശേഷം വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായി വഴറ്റിയതിന് ശേഷം അതും വറുത്ത് കോരി നമുക്ക് മാറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി മാറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഈ വെള്ളക്കടല ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. ആ വേവിച്ച് മാറ്റി വെച്ച ഈ വെള്ളക്കടലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ഒരു പട്ട, ഒരു 7 ഗ്രാമ്പൂ, 8 ഏലക്ക, ഒരു 5-6 കുരുമുളക്, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഞാനൊരു 1.5 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് 2 തക്കാളിയാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. ഈ തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ തക്കാളി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് വരുന്ന മസാലയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അറേബ്യൻ മസാല, അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കപ്സ മസാലയാണ്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയിലേക്ക് നമുക്കൊരു ഡ്രൈ ലെമൺ, ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 4 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. മസാലയിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നന്നായി ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ തൈരും ഉപ്പും ഇട്ടതിന് ശേഷം ഈ ചിക്കൻ പീസ് അതിലിട്ടു. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത ചിക്കൻ പീസാണത്. ഇനി ഈ പീസ് കൊടുക്കാം. ചിക്കൻ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് ബസുമതി അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ 3 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് പാകമാണോ നോക്കുക. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിരുന്നു, കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ കഷ്ണാക്കി വറുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കുറച്ച് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസ് ഒരു 3/4 ഭാഗം വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസ് മാത്രം ഇതിൽ നിന്ന് മാറ്റി
ചിക്കൻ പീസ് നമ്മളല്ലാതെ മാറ്റി വെച്ചു. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിൽ പുരട്ടുന്നതിന് വേണ്ടി നമ്മളൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൂട്ടിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഒലീവ് ഓയിലും 1 ടീസ്പൂൺ കപ്സ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തൊരു മിശ്രിതമാണിത്. ഇനി ഈ കൂട്ട് നമ്മൾ ചിക്കൻ പീസിൻ്റെ മുകളിൽ പുരട്ടി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കോരേണ്ടതാണ്. ഇപ്പോൾ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന വെളുത്ത കടലയാണത്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് വറുത്ത് കോരി വെച്ചിരുന്നു. അത് നമ്മളിതിലെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഈ ചിക്കനും നമ്മൾ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. 3 മിനിറ്റാണ് നമ്മൾ ദമ്മിലിടേണ്ടത്. ഒന്നുകിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചെടുക്കാം, അല്ലെങ്കിൽ മൈദ വെച്ച് ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്ലാസ് പോട്ടാണെങ്കിൽ ഇതിൻ്റെ ഹോളിൽ ഈർക്കിൽ വെച്ച് അടച്ച് നമുക്ക് നന്നായിട്ട് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ബുഖാരി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ചിക്കൻ പീസും ക്യാരറ്റും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ബുഖാരി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.